ടോപ്പ് ട്യൂഷൻ്റെ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 2 ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഈ ചാപ്റ്ററിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: റൈറ്റ് ഡൗൺ എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ഡിസ്റ്റൻസ് കവേർഡ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഈക്വൽ. ഡിസ്റ്റൻസ് കവേർഡും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആകുന്ന ഒരു സിറ്റുവേഷൻ പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു നേർരേഖയിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് ട്രാവൽ ചെയ്ത് ഒരു ഡയറക്ഷൻ ചേഞ്ച് ഒന്നും ഇല്ലാതെ മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ക്വസ്റ്റ്യൻ: നമ്മുടെ ഡെയിലി ലൈഫിൽ ആക്സിലറേഷൻ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് എക്സാമ്പിൾ. ഒന്ന്, കോക്കനട്ട് ഫോളിങ് ഫ്രം എ ട്രീ. തെങ്ങിൽ നിന്നും തേങ്ങ വീഴുന്ന സിറ്റുവേഷൻ ഒരു ആക്സിലറേഷൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. റേസിംഗ് നടത്തുമ്പോൾ കൂടുതൽ സ്പീഡിൽ ഓടാൻ ട്രൈ ചെയ്യുന്ന ആ ആക്സിലറേറ്റ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ്. ഒരു സ്ലൈഡിൽ നിന്നും ഇറങ്ങുന്ന ഒരു കുട്ടി, അതും ആക്സിലറേറ്റഡ് മൂവ്മെൻ്റ് ആണ്. ഒരു സിഗ്നലിൽ ഗ്രീനിലേക്ക് ടേൺ ചെയ്യുമ്പോഴേക്കും വെഹിക്കിൾസ് സ്പീഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സിറ്റുവേഷനും ആക്സിലറേഷൻ എക്സാമ്പിളാണ്. പിന്നെ ഫുട്ബോൾ കിക്ക് ചെയ്യുമ്പോൾ ആക്സിലറേറ്റ് ചെയ്തിട്ട് മൂവ്മെൻറ്റ്, അതും ഡെയിലി ലൈഫിൽ ആക്സിലറേഷൻ ഇൻവോൾവ് ചെയ്യുന്ന സിറ്റുവേഷൻസിന് എക്സാമ്പിൾസ് ആണ്. ക്വസ്റ്റ്യൻസ്: നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടിരിക്കുന്ന കുറച്ച് വെലോസിറ്റി ഡിക്രീസ് ആകുന്ന, കുറയുന്ന കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, കാറ് സ്ലോ ഡൗൺ ചെയ്യുന്നത്. റെഡ് സിഗ്നൽ ആകുമ്പോൾ വണ്ടി നിർത്താനായിട്ട് ആ സ്ലോ ഡൗൺ സിറ്റുവേഷൻ, വെലോസിറ്റി ഡിക്രീസ് ആണ് അവിടെ നടക്കുന്നത്. ട്രെയിൻ സ്ലോയിങ് ഡൗൺ ബിഫോർ റീച്ചിങ് ദ സ്റ്റേഷൻ. പിന്നെ ഒരു മോഷൻ ഓഫ് എ സ്റ്റോൺ, ഒരു മേളിലേക്ക് എറിഞ്ഞ സ്റ്റോണിൻ്റെ മൂവ്മെൻറ്റ് വെലോസിറ്റി ഡിക്രീസ് ചെയ്താണ് വരുന്നത്. ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി പുള്ളിങ് ഡൗൺ, ആ ഫോഴ്സ് താഴേക്കുള്ളത് കാരണം മേളിലേക്ക് എറിയുമ്പോൾ വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. വെൻ അപ്ലൈയിങ് ബ്രേക്ക് ഓൺ എ കാർ, ഒരു വണ്ടിയിൽ ബ്രേക്ക് അമർത്തുമ്പോൾ നടക്കുന്ന ആ സിറ്റുവേഷനിലും വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: എ വെഹിക്കിൾ travel along a straight line with velocity 25 meter per second and covers a distance of 400 meter. Calculate the time taken for this. ഒരു വെഹിക്കിൾ 25 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുന്നു. കവർ ചെയ്ത ഡിസ്റ്റൻസ് 400 മീറ്റർ ആണ്. അതിനെടുത്ത സമയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റ് എടുത്ത് എഴുതാം. യു, ഇനിഷ്യൽ വെലോസിറ്റി 25, ഡിസ്റ്റൻസ് കവേർഡ് 400 മീറ്റർ. നമുക്ക് കാണേണ്ടത് ടൈമാണ്. നമുക്ക് വെലോസിറ്റിയും ഡിസ്റ്റൻസും അറിയാം. അപ്പോൾ ടൈം കാണാൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസും വെലോസിറ്റിയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് വാല്യൂ കിട്ടുന്നത് 16 സെക്കൻഡ്. ഈ സെയിം പ്രോബ്ലം നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടും ചെയ്യുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് ഇക്വേഷൻ. ഈ കേസിൽ ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ 0 ആണ്. സോ എസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം മാത്രമാണുള്ളത്. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി ചെയ്താൽ ടൈം കിട്ടി. അവിടെ 16 സെക്കൻഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ടൈം ടേക്കൺ ടു കവർ 400 മീറ്റർ 16 സെക്കൻഡ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് മൂവിംഗ് വിത്ത് വെലോസിറ്റി 36 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 മിനിറ്റ്? 1 മിനിറ്റിൽ 36 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോട് മൂവ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ എടുത്തെഴുതാം. വെലോസിറ്റി 36 മീറ്റർ, ടൈം 1 മിനിറ്റ്. 1 മിനിറ്റ് പറഞ്ഞാൽ സെക്കൻഡിലേക്കാക്കാം 60 സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റിയും ടൈമും നമുക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 36 ഇൻറ്റു 60, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് 2160 മീറ്റേഴ്സ്. ഈ സെയിം പ്രോബ്ലം ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇസ് ഇക്വേഷൻ. ആക്സിലറേഷൻ ഈ കേസിൽ 0 ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം മാത്രമേ ഉള്ളൂ. ഈ സെക്കൻഡ് ടേം 0 ആയിട്ട്. ഇനി 36 ഇൻറ്റു 60, 2160 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ക്വസ്റ്റ്യൻ: ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോടുകൂടി 5 സെക്കൻഡാണ് മുന്നോട്ട് പോയത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഇസ് എ ആക്സിലറേഷൻ? തന്നിരിക്കുന്ന ഡേറ്റ എടുത്തെഴുതാം. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ യു ഇസ് ഈക്വൽ ടു 0. വെലോസിറ്റി അറ്റൈൻ ചെയ്തത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വി ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ടൈം 5 സെക്കൻഡ്. നമുക്ക് കാണേണ്ടത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി. ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ മാത്രമാണ് ഈ ഇക്വേഷനിൽ അൺനോൺ ആയിട്ടുള്ളത്.
അങ്ങനെ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ആക്സിലറേഷൻ കിട്ടി. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ്, ഈ സിറ്റുവേഷനിൽ നെക്സ്റ്റ് 5 സെക്കൻഡിൽ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് നിർത്തിയിട്ടുണ്ട്, വണ്ടി നിർത്തി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ റിട്ടാർഡേഷൻ എന്താണെന്നാണ് കാൽക്കുലേഷൻ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിൽ കറണ്ട് വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് സെക്കൻഡ് പാർട്ടിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, വണ്ടി നിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0. എത്ര സെക്കൻഡിൽ? 5 സെക്കൻഡിൽ. ഈ 5 സെക്കൻഡിൽ വണ്ടി നിന്നു. അപ്പോൾ ഈ വാല്യൂസ് എഴുതി. ഇനി v = u+at. ആ സമയത്തുള്ള ആക്സിലറേഷൻ ആണ് അൺനോൺ ആയിരിക്കുന്നത്. a = ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വാല്യൂ കിട്ടുന്നത്. ആക്സിലറേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയാൽ അതിൻ്റെ അർത്ഥം വെലോസിറ്റി കുറഞ്ഞു വരുന്ന സിറ്റുവേഷനാണ്. അന്നേരം നമ്മൾ പറയും അതിനെ റിട്ടാർഡേഷൻ. സോ റിട്ടാർഡേഷൻ -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായുള്ള ട്യൂഷൻ ക്ലാസുകൾക്ക് പുറമെ വീഡിയോ നോട്ടുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിനുള്ള വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ഇന്നു തന്നെ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഒരു വെഹിക്കിൾ 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോടുകൂടി ട്രാവൽ ചെയ്യുന്നത്, അത് റെസ്റ്റിൽ ആയത് 2 സെക്കൻഡിലാണ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട്. റിട്ടാർഡേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വാല്യൂസ് എടുത്തെഴുതുക. ഇനിഷ്യൽ വെലോസിറ്റി u 5 മീറ്റർ പെർ സെക്കൻഡ്, വണ്ടി നിന്നു എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി v0 എത്ര സെക്കൻഡിൽ? 2 സെക്കൻഡ്. ടൈം t = 2 സെക്കൻഡ്. ഇത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ v = u+at. ഇതിൽ നിന്ന് ആക്സിലറേഷൻ്റെ വാല്യൂ 0 - 5/2, ദാറ്റ് ഈസ് -2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആയി കിട്ടുന്നതിൻ്റെ അർത്ഥം ഇത് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി കുറഞ്ഞു വരുന്ന സിറ്റുവേഷൻ, അതായത് റിട്ടാർഡേഷൻ ആണ് ആകുന്നത്. -2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ മെയിൻ പേർപ്പസ് ഓഫ് റോഡ് സൈൻസ് ആൻഡ് റോഡ് മാർക്കിങ്സ്? റോഡ് സയൻസിൻ്റെയും റോഡ് മാർക്കിങ്ങിൻ്റെയും മെയിൻ പേർപ്പസ് എന്താണ്? മേജർ കാറ്റഗറീസ് ഓഫ് റോഡ് സയൻസ്, സെക്കൻഡ് പാർട്ട്. ദ പർപ്പസ് ഓഫ് റോഡ് സയൻസ് ആൻഡ് റോഡ് മാർക്കിംഗ്, അതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ റോഡ് ആക്സിഡൻറ്റ്സ് റെഡ്യൂസ് ചെയ്ത് സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. റോഡ് സയൻസിനെ ബ്രോഡായിട്ട് നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ കാണാം. ഒന്ന് മാൻഡേറ്ററി സൈൻ, അതായത് അത് നിർബന്ധമായിട്ടും നമ്മൾ ഒബേ ചെയ്യേണ്ട നിയമങ്ങൾ. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സർക്കിളിനുള്ളിലായിരിക്കും ആ സിമ്പൽ എന്നുള്ളത് വരുന്നത്. അതായത് നോ പാർക്കിംഗ്, നോ ബൈസിക്കിൾസ്, നോ ഹോൺ, ഇതെല്ലാം മാൻഡേറ്ററി ആയിട്ട് ഒബേ ചെയ്യേണ്ട റൂൾസാണ്. നെക്സ്റ്റ് വൺ കോഷണറി സൈൻസ്. കോഷണറി അതൊരു വാർണിംഗ് സൈനാണ്. ഇത് ഒബേ ചെയ്താൽ നല്ലത് എന്നുള്ളത്. ഹമ്പാണ്, സോ ബി കെയർഫുൾ. നാരോ ബ്രിഡ്ജാണ്, സ്കൂൾ എഹെഡാണ്, അതൊക്കെ കോഷണറി വാർണിംഗ് സിഗ്നലാണ്. തേർഡ് കാറ്റഗറിയാണ് ഇൻഫോർമേറ്ററി സൈൻ. ഇൻഫോർമേറ്ററി ജസ്റ്റ് ഫോർ അവർ ഇൻഫോർമേഷൻ ആണ് അത് വരുന്നത്. ഫോർ എക്സാമ്പിൾ പെട്രോൾ ബങ്ക് നിയർ ബൈ വരുന്നുണ്ട്, പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, അതിനടുത്തെല്ലാം ഇത്തരം റോഡ് സൈൻസ് നമുക്ക് കാണാം. ഇത് ഒരു റോഡ് സൈൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചറാണ്. കൂടുതൽ റോഡ് സൈൻസ് നോക്കി മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ: റോഡിൽ പെഡസ്ട്രിയൻസ് ഫോളോ ചെയ്യേണ്ട ചില നിയമങ്ങൾ ഏതൊക്കെയാണ്? പെഡസ്ട്രിയൻസ് റോഡിൻ്റെ റൈറ്റ് സൈഡിലൂടെ നടക്കുക. ട്രാഫിക് സിഗ്നൽസ് റോഡിൽ വെച്ചിരിക്കുന്നത് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. റോഡ് ക്രോസ് ചെയ്യുന്നത് സീബ്ര ക്രോസിങ്ങിലൂടെ ആയിരിക്കുക. ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഓടേണ്ടതില്ല. ഹെഡ്ഫോൺസും മൊബൈൽ ഫോൺസും ഒക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യുക. ഫുട്പാത്തിൽ കൂടെ നടക്കുക. ഫിസിക്കലി ചലഞ്ച്ഡ് അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരെ റോഡിൽ ഹെൽപ്പ് ചെയ്യുക. കുട്ടികളുടെ റോഡിലാവുമ്പോൾ കൈ പിടിക്കുക. വിയർ റിഫ്ലക്റ്റീവ് ടേപ്സോ അല്ലെങ്കിൽ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സെല്ലാം രാത്രിയിലെ യാത്രകളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് റോഡ് മാർക്കിങ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് റോഡ് മാർക്കിങ്ങും അതിൻ്റെ അർത്ഥവും ഒന്ന് മനസ്സിലാക്കുക. യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ദ റോഡാണ്. സിഗ്സാഗ് മാർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് പാർക്കിംഗ് ആ ലൈനിൽ പ്രൊഹിബിറ്റഡ് ആണ്. ഇനി ഡബിൾ കണ്ടിന്യൂസ് യെല്ലോ ലൈൻ അതാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് ക്രോസിംഗ്. ദെൻ സിംഗിൾ സോളിഡ് വൈറ്റ് ലൈൻ ആണെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ആ ലൈൻ ക്രോസ് ആകാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കുക. ഡബിൾ സോളിഡ് വൈറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ക്രോസിംഗ് ഓഫ് ദീസ് ലൈൻ ഇസ് നോട്ട് അലൗഡ്. ഡബിൾ സോളിഡ് ആണെന്നുണ്ടെങ്കിൽ ആ ലൈൻ ഒരിക്കലും ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത്.
ബ്രോക്കൺ വൈറ്റ് ലൈൻസ്. സേഫ് ആണെങ്കിൽ മാത്രം ലൈൻ ചേഞ്ച് ചെയ്യാം. ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ചില റോഡ് മാർക്കിങ്സ് ആണ്. ക്വസ്റ്റ്യൻ: ഒരു ബോൾ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുവാണ്. ആ ഇനിഷ്യലി അത് റെസ്റ്റിംഗ് പൊസിഷനിലായിരുന്നു. വെലോസിറ്റി 0 ആണ്. ആക്സിലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡോട് കൂടിയാണ് താഴേക്ക് വരുന്നത്. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് പതിച്ചപ്പോൾ അതിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇനിഷ്യലി ആ ബോൾ എത്ര ഹൈറ്റിലായിരുന്നോ, ഈ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഡിസ്റ്റൻസ് കവേർഡ്. ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തെഴുതുക. ഇനിഷ്യൽ വെലോസിറ്റി, റെസ്റ്റിൽ നിന്നാണ് ബോൾ വീഴാൻ തുടങ്ങിയത്, അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഫൈനൽ വെലോസിറ്റി v 20 മീറ്റർ പെർ സെക്കൻഡ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ്, അതായത് എസ്. ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് v² = u² + 2as ഇക്വേഷൻസ് ഓഫ് മോഷൻസിലെ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസും ഡിസ്റ്റൻസും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് v² = u² + 2as. ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് മാത്രമാണ് അൺനോൺ ഉള്ളത്. s = 20 മീറ്റർ എന്ന് കിട്ടി. അതായത് ഇനിഷ്യലി ആ ബോൾ 20 മീറ്റർ ഹൈറ്റിലായിരുന്നു. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്